സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗം. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. അച്ചടക്ക ലംഘനം വച്ചു പൊറുപ്പിക്കില്ല. എത്ര ഉന്നതനായാലും നടപടിയെന്ന് മുഖ്യമന്ത്രി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമായി കാണുന്നുവെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. ADGP MR അജിത് കുമാറിനെതിരായ തന്റെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കണമെന്ന് PV അൻവർ. മുഖ്യമന്ത്രി നാളെ നേരിൽ കാണാൻ ശ്രമിക്കുന്നുവെന്നും അൻവർ. പോലീസ് സേനയിലെ ഗുണപരമായ മാറ്റങ്ങൾക്ക് താൻ കാരണക്കാരനായിട്ടുണ്ടെന്നും ഇനി ഇതെല്ലാം പറയാൻ അവസരമുണ്ടാകുമോ എന്നറിയില്ലെന്നും MR അജിത് കുമാർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് DK ശിവകുമാർ വണ്ടിയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കൊടുത്തയച്ച പണം എവിടെ പോയെന്ന് സിമി റോസ് ബെൽജോൺ. താൻ CPIM-മായി ഗൂഢാലോചന നടത്തിയെന്ന് VD സതീശൻ തെളിയിച്ചാൽ തല മുണ്ടനം ചെയ്ത് KPCCക്ക് സമർപ്പിക്കുമെന്നും സിമി. അതിജീവനത്തിന്റെ പുത്തൻ പാഠവുമായി വയനാട് തിരികെ സ്കൂളിലെത്തി മുണ്ടക്കൈ ചൂരൽമല സ്കൂളിലെ വിദ്യാർത്ഥികൾ. കുഞ്ഞുങ്ങളെ വരവേറ്റ് വിദ്യാഭ്യാസ മന്ത്രി. മഹാനായ ഹോച്ചിമിന്റെ ഓർമ്മകളിൽ ലോകം. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ അതിശയ മാതൃകയായി വിയറ്റ്നാം. ഒളിമ്പ്യൻ ശ്രീജേഷിന് കൈരളിയുടെ സ്നേഹാദരം. കൈരളി TVയുടെ സ്നേഹപൂർവ്വം ശ്രീജേഷ് പരിപാടി ഇന്ന് കൊച്ചിയിൽ. മഹാനടൻ മമ്മൂട്ടി ശ്രീജേഷിനെ ആദരിക്കും. കൊച്ചി വിമാനത്താവളത്തിൽ സജ്ജമായ രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. സിയാലിൽ 550 കോടി രൂപയോളം ചെലവിട്ട് നടത്തുന്ന രാജ്യാന്തര ടെർമിനൽ വികസനം അടുത്ത 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുന്നു. ഉരുൾപൊട്ടലിൽ അനാഥരായ ജനങ്ങളുടെ അതിജീവനത്തിന്റെ വഴിയിൽ കരുത്തു പകരാനായി കടത്തനാട്ടിലെ കലാകാരന്മാരുടെ കൂട്ടായ്മ. ധനവും മനവും ഒന്നിക്കുന്നുവെന്ന സന്ദേശവുമായി വടകരയിൽ സംഘടിപ്പിച്ച കലാസംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി MLA അമാനത്തുള്ള ഖാന്റെ വീട്ടിൽ ED റെയ്ഡ്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് കേസിലാണ് റെയ്ഡ്. ദില്ലി ഓഖ്ലയിലെ വീട്ടിലാണ് ED റെയ്ഡ് നടത്തിയത്. കോട്ടയം കുറിച്ചി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS-ൽ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി പൂപ്പാടങ്ങൾ. ബന്ദിപ്പൂ കൃഷി ആദ്യഘട്ട വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലൻ നിർവഹിച്ചു. CPIM കുട്ടിക്കൽ തേൻപുഴ EMS നഗർ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ജില്ലാ സെക്രട്ടറി AV റസൽ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം കുട്ടിക്കലിൽ പ്രളയബാധിതർക്കായി CPIM പണി കഴിപ്പിച്ച വീടുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് തുറന്നത്. മുതിർന്ന നേതാവ് KJ തോമസ്, ഏരിയ സെക്രട്ടറി K രാജേഷ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. മണർക്കാട് സെന്റ് മേരീസ് പള്ളിയിലെ 8 നോമ്പ് പെരുന്നാളിനോട് അനുബന്ധിച്ച് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനവും വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വാടക വീട് കേന്ദ്രീകരിച്ച് വിദേശ മദ്യവും നിരോധിത പുകയിലയും കച്ചവടം ചെയ്യുന്ന പ്രതി അറസ്റ്റിൽ. പൂവച്ചൽ സ്വദേശി പ്രദീപ് കുമാറിനെയാണ് 9 കുപ്പി മദ്യവുമായി കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 10 വർഷത്തോളമായി മുളമൂട് ജംഗ്ഷന് സമീപം ഇയാൾ കച്ചവടം ചെയ്തു വരികയാണ്. പാലക്കാട് ജില്ലാ ലൈബ്രറിയിൽ EP രാജഗോപാൽ രചിച്ച വായനക്കാരൻ MT, ഭാഷ, ഭാവന, വിനിമയം എന്നീ പുസ്തകങ്ങളുടെ ചർച്ച സംഘടിപ്പിച്ചു. TR അജയൻ, ഡോക്ടർ CP ചിത്രഭാനു, ഡോക്ടർ വിജു നായരങ്ങാടി,
ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, ഡോക്ടർ സി ഗണേഷ് തുടങ്ങിയവർ പുസ്തകങ്ങളെ മുൻനിർത്തി സംസാരിച്ചു. കൊങ്ങാട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CPM പാനൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ചെയർമാനായി വി സേതുമാധവനെയും വൈസ് ചെയർമാനായി ബിന്ദു കൃഷ്ണദാസിനെയും തെരഞ്ഞെടുത്തു. ആസാം സ്വദേശിയായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ലൂയിസ് എന്ന യുവാവാണ് മരിച്ചത്. കടുത്തുരുത്തി സോഡിയാക് ബാറിന് സമീപം ചതുപ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കടുത്തുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സാഹിത്യകാരനും നാടക പ്രവർത്തകനുമായ KJ ബേബിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വയനാട്ടിൽ നടക്കും. രാവിലെ 10 മണി മുതൽ 12 മണി വരെ നടവയൽ കോഓപ്പറേറ്റീവ് കോളേജ് ഹാളിൽ പൊതുദർശനം നടന്നു. 1 മണിയോടെ തൃശ്ശേരി പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. കാസർഗോഡ് പൈവെളികൈ രക്തസാക്ഷികൾക്ക് നാടിന്റെ സ്മരണാഞ്ജലി. പൈവെളികയിൽ പ്രകടനവും അനുസ്മരണ സമ്മേളനവും നടന്നു. ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനും കൊല്ലത്ത് ചേരുന്ന സംസ്ഥാന സമ്മേളനത്തിനും മുന്നോടിയായുള്ള CPIM ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ തുടക്കം. അച്ചൻകോവിലിൽ കാടിന്റെ മക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത സമ്മേളനം CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി S. സുദേവൻ ഉദ്ഘാടനം ചെയ്തു. ദില്ലിയിൽ ജവഹർ നവോദയ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഹർഷിൻ സിംഗ് സുർജിത് ഭവനിൽ നടന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. UAEയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഗ്ലോബൽ ഹൈസ്കൂൾ ക്രിക്കറ്റ് കപ്പ് സംഘടിപ്പിക്കുന്നു. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികളാകും ടൂർണമെന്റിൽ പങ്കെടുക്കുക. മുൻ UAE ദേശീയ ക്രിക്കറ്റ് താരം ഷഹ്സാദ് അൽത്താഫിന്റെ നേതൃത്വത്തിൽ യങ് ടാലന്റ് ക്രിക്കറ്റ് അക്കാദമിയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഓണമൊരുക്കാൻ ബന്ദിപ്പൂവുമായി കാഷ്യൂ കോർപ്പറേഷനും മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തും. കോർപ്പറേഷന്റെ കോട്ടിയ ഫാക്ടറി വളപ്പിൽ പൂത്തുലഞ്ഞു കിടക്കുന്ന ബന്ദിപ്പൂവിന്റെ വിളവെടുപ്പ് നൌഷാദ് MLAയും കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹനും ചേർന്ന് നിർവഹിച്ചു. പപ്പടത്തിലെ വ്യാജന്മാരെ കണ്ടെത്താൻ പുതിയ ആപ്പ് വരുന്നു. കേരള പപ്പടം മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ 2 ആഴ്ചയ്ക്കുള്ളിൽ പപ്പടത്തിലെ വ്യാജന്മാരെ കണ്ടെടുത്താൻ പ്ലേ സ്റ്റോറിൽ മുദ്ര ആപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അസോസിയേഷന്റെ പരിശോധനയ്ക്കു ശേഷം കവറിൽ കെപ്മ ലോഗോയും അംഗത്വ നമ്പറും രേഖപ്പെടുത്തും. കർണാടകയിൽ നിന്ന് സംസ്ഥാനത്തിലേക്കുള്ള ലഹരിക്കടത്തിലെ പ്രധാന കണ്ണിപ്പിടിയിൽ 30 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടിയ കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെയാണ് പിടികൂടിയത്. കർണാടക സ്വദേശി ബൈരകൂപ്പ സന്തോഷിനെയാണ് വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. PV സാമി പുരസ്കാരം ഗോകുലം ഗോപാലിന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സമ്മാനിച്ചു. കോഴിക്കോട് ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങിലായിരുന്നു പുരസ്കാരം നൽകിയത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി PV സാമിയുടെ സ്മരണയ്ക്കായാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പശുയിറച്ചി കഴിച്ചെന്നാരോപിച്ച് കുടിയേറ്റ തൊഴിലാളിയെ ആൾക്കൂട്ടം ആക്രമിച്ച് കൊന്ന സംഭവത്തെ നിസാരവൽക്കരിച്ച ഹരിയാന മുഖ്യമന്ത്രി. സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയ മുഖ്യമന്ത്രി ഇത് ആൾക്കൂട്ട കൊലപാതകമല്ലെന്നും ഹരിയാന അസംബ്ലി കർശനമായ പശു സംരക്ഷണ നിയമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. ദില്ലിയിൽ അമ്മ നവജാത ശിശുവിനെ പാല് കൊടുക്കുന്നതിനിടയിൽ ശ്വാസം മുട്ടിച്ചു കൊന്നു. 28-കാരിയായ യുവതി തുടർച്ചയായി പെൺകുട്ടികൾ ഉണ്ടാവുന്നതിൽ അസ്വസ്ഥതയായിരുന്നു. 4ാമത്തെ കുട്ടിയും പെണ്ണായതോടെ സമൂഹത്തിൽ നിന്നുള്ള അപമാനം ഭയന്നാണ് കൊലപാതകം.
ഒരു വർഷം പിന്നിട്ടിട്ടും മണിപ്പൂരിലെ വർഗീയ കലാപത്തിന് അറുതിയില്ല. സംസ്ഥാനത്തെ സുപ്രധാന വിദ്യാഭ്യാസ സ്ഥാപനമായ NITയിൽ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയും പഠിക്കാനില്ലെന്ന് റിപ്പോർട്ട്. മതം മാറിയ പട്ടികവർഗ വിഭാഗക്കാർ സംവരണം ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ തോക്കൻ സാഹു. പ്രത്യേക മതത്തിലുള്ളവർക്ക് മാത്രമാണ് സംവരണത്തിന് അർഹതയുള്ളതെന്നും സാഹു. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ 3 മാസത്തിനകം സർവീസ് തുടങ്ങുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കോച്ചുകളുടെ നിർമ്മാണം പൂർത്തിയായെന്നും നിരവധി പുതുമകളാണ് ട്രെയിനിലുള്ളതെന്നും മന്ത്രി. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഭിന്നതയെ തുടർന്ന് BJP ജില്ലാ പ്രസിഡന്റ് അടക്കം 2 നേതാക്കൾ കൂടി പാർട്ടി വിട്ടു. സംഭ ജില്ലാ അധ്യക്ഷൻ കശ്മീർ സിംഗ്, യുവമോർച്ച ജമ്മു ജില്ലാ അധ്യക്ഷൻ കണവ് ശർമ്മ എന്നിവരാണ് പാർട്ടി വിട്ടത്. ബംഗാൾ ഉൾക്കടലിൽ ഭൂചലനം 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. കടലിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് റിപ്പോർട്ട്. മണിപ്പൂരിലെ ഇംഫാൽ വെസ്റ്റ് ജില്ലയിൽ വെടിവയ്പ്. ആയുധധാരികളായ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും പോലീസ് കമാൻഡോയടക്കം 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹമാസ് ബന്ദികളാക്കിയ 6 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന. റഫേലിലെ അണ്ടർഗ്രൗണ്ട് തുരങ്കത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. 2-3 ദിവസം മുൻപ് തന്നെ ഇവർ കൊല്ലപ്പെട്ടിരിക്കുമെന്നാണ് സേനയുടെ വിലയിരുത്തൽ. മോസ്കോയിലടക്കം കനത്ത ഡ്രോൺ ആക്രമണം നടത്തി യുക്രൈൻ. വൈദ്യുത നിലയവും എണ്ണ ശുദ്ധീകരണശാലയും തകർന്നതായി റിപ്പോർട്ട്. 15 മേഖലകളിലായി 158 ഡ്രോണുകൾ യുക്രൈൻ തൊടുത്തുവിട്ടതായാണ് റഷ്യ അറിയിച്ചത്. ഇംഗ്ലണ്ടിലെ O2 അരീനയ്ക്ക് സമീപം ഫിലിം സെറ്റിൽ വൻ സ്ഫോടനം. വാഹനങ്ങൾ കത്തി നശിച്ചു. തീ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പോലീസ് അറിയിച്ചു. ഗാസയിൽ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ പോളിയോ വാക്സിൻ വിതരണം പുരോഗമിക്കുന്നു. 12 ലക്ഷത്തിലേറെ ഡോസ് വാക്സിൻ ഇതിനകം ഗാസയിൽ എത്തിച്ചെന്ന് ലോകാരോഗ്യ സംഘടന. 10 വയസ്സിന് താഴെയുള്ള 6,40,000 കുട്ടികൾക്ക് വാക്സിൻ വിതരണം ചെയ്യാനാണ് നീക്കം. റഷ്യൻ ചാരത്തിമിംഗലം എന്നറിയപ്പെട്ട ചെറുതിമിംഗലത്തെ നോർവേയിൽ ചത്ത നിലയിൽ കണ്ടെത്തി. തെക്കു പടിഞ്ഞാറൻ നോർവേയിലെ റിസവയ്ക്ക് സമീപമാണ് ജഡം കണ്ടെത്തിയത്. ഹവാൽദിമിർ എന്ന പേരിട്ട ബെലൂഗ ഇനത്തിലെ തിമിംഗലമാണിത്. ഡൊണാൾഡ് ട്രംപിന്റെ ഡാൻസിനെ ട്രോളി സോഷ്യൽ മീഡിയ. വെള്ളിയാഴ്ച വാഷിംഗ്ടൺ DC-യിൽ വെച്ചായിരുന്നു മോസ് ഫോർ ലിബർട്ടി സംഘത്തിന്റെ വാർഷിക പരിപാടിയിൽ ട്രംപ് നൃത്തം ചെയ്തത്. സ്ഥാപനത്തിന്റെ സഹസ്ഥാപകയ്ക്കൊപ്പമായിരുന്നു ട്രംപിന്റെ നൃത്തം. ആർട്ടിക്കിൾ 18 വിസകളിലുള്ള പ്രവാസികൾക്ക് കുവൈറ്റിൽ ബിസിനസ് പങ്കാളികളാകുന്നതിൽ വിലക്ക് പിൻവലിച്ച് മൂലധന നിക്ഷേപങ്ങൾ വിദേശത്തേക്ക് ഒഴുകാൻ കാരണമാകുമെന്ന ആക്ഷേപം കണക്കിലെടുത്താണ് വാണിജ്യ മന്ത്രാലയം പൂർവ്വസ്ഥിതി പുനഃസ്ഥാപിച്ചതെന്നാണ് കരുതുന്നത്. ഉത്തരവ് പ്രാബല്യത്തിൽ വന്നതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു.
UAE-യിലെ പൊതുമ പദ്ധതിക്ക് തുടക്കമായി അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവർക്ക് താമസം നിയമാനുസൃതമാക്കാനും പിഴ കൂടാതെ രാജ്യം വിടാനും അവസരമൊരുക്കുന്നതാണ് പദ്ധതി. രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സൗകര്യവും UAE ഒരുക്കിയിട്ടുണ്ട്. കുവൈറ്റ് മാംഗോ ഹൈപ്പർ ആഫ്രോ ഏഷ്യൻ സോക്കർ ടൂർണമെന്റിൽ സോക്കർ ഈജിപ്ത് ടീം ജേതാക്കളായി. 24ഓളം പ്രമുഖ അറബ്, ഏഷ്യൻ, ആഫ്രിക്കൻ സെവൻസ് ഫുട്ബോൾ ടീമുകൾ അണിനിരുന്ന ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ ഘാന FCയെ തോൽപ്പിച്ചാണ് ഈജിപ്ത് ടീം ട്രോഫി നേടിയത്. നവീനമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ വലിയ മാനുഷിക ദുരന്തങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാനാവുമെന്ന് ഇസ്രോ മുൻ ശാസ്ത്രജ്ഞനും മർക്കസ് നോളജ് സിറ്റിയുടെ സിഇഒയുമായ ഡോക്ടർ അബ്ദുൽ സലാം മുഹമ്മദ്. ഡോക്ടർ അബ്ദുൽ സലാം മുഹമ്മദ് ചെയർമാനായ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മഫാസ ഇൻവെസ്റ്റ്മെന്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളം മിഷൻ ആഹ്വാനം ചെയ്ത വയനാടിനൊരു ഡോളർ ക്യാമ്പയിന്റെ ഭാഗമായി മലയാളം മിഷൻ കുവൈറ്റ് ചാപ്റ്റർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 3,17,000 രൂപ കൈമാറി. ഓരോ ചാപ്റ്ററുകളിൽ നിന്നും കണ്ടെത്തുന്ന തുകകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് അയക്കുന്ന രീതിയിലാണ് മലയാളം മിഷൻ പദ്ധതി ആവിഷ്കരിച്ചത്. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഒരു ചിത്രത്തിനും ലഭിക്കാത്ത OTT റൈറ്റ്സ് തുക സ്വന്തമാക്കി പുഷ്പ 2 സിനിമ. നെറ്റ്ഫ്ലിക്സ് ആണ് റെക്കോർഡ് വില നൽകി പുഷ്പ സിനിമ OTTക്കായി വാങ്ങിയതെന്നാണ് റിപ്പോർട്ട്. അല്ലു അർജുനാണ് ചിത്രത്തിലെ നായകൻ. തെലുങ്ക് സിനിമാ മേഖലയിൽ 50 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ടോളിവുഡിന്റെ സൂപ്പർ സ്റ്റാർ നന്ദമൂരി ബാലകൃഷ്ണ. ബാലയ്ക്ക് അഭിനന്ദനം അറിയിച്ച് രംഗത്തെത്തി രജനീകാന്ത്. 1974 പുറത്തിറങ്ങിയ തത്തമ്മ കാല എന്ന ചിത്രത്തിലൂടെയാണ് ബാലയ്യ തെലുങ്ക് സിനിമാ ലോകത്ത് അരങ്ങേറ്റം കുറിച്ചത്. ജൂനിയർ NTR സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങൾ ഏറ്റെടുത്ത ആരാധകർ സംവിധായകൻ പ്രശാന്ത് നീലിനും നടൻ ഋഷഭ് ഷെട്ടിക്കുമൊപ്പമുള്ള ചിത്രമാണ് താരം പങ്കുവച്ചിരിക്കുന്നത്. ദേവര പാർട്ട് 1 ആണ് താരത്തിൻ്റെതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം. രജനീകാന്ത് ചിത്രം കൂലിയുടെ പോസ്റ്റർ പുറത്തിറക്കി. അണിയറ പ്രവർത്തകർ നാഗാർജുന, സത്യരാജ്, ശ്രുതി ഹാസൻ എന്നിവർക്ക് ശേഷം കന്നഡ നടൻ ഉപേന്ദ്രയുടെ ക്യാരക്ടർ പോസ്റ്ററാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരിക്കുന്നത്. ലോകേഷ് കനകരാജാണ് ചിത്രത്തിന്റെ സംവിധായകൻ. കാർത്തിയും അരവിന്ദ് സ്വാമിയും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന മെയ്യഴകൻ ചിത്രത്തിൽ കമൽഹാസൻ പിന്നണി ഗായകനാകുന്നു. സി പ്രേംകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം സെപ്റ്റംബർ 27-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. പ്രഭുദേവ ചിത്രം പേട്ടറാപ്പ് സെപ്റ്റംബർ 27-ന് തിയേറ്ററുകളിലെത്തും. SJ സിനു സംവിധാനം ചെയ്യുന്ന പേട്ടറാപ്പ് ബ്ലൂ ഹിൽ ഫിലിംസിന്റെ ബാനറിൽ ജോബി P. സാമാണ് നിർമ്മിക്കുന്നത്.
ഉണ്ണി മുകുന്ദൻ വീണ്ടും ആക്ഷൻ ഹീറോയായി എത്തുന്നു. 90 ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കി മാർക്കോ. 8 ആക്ഷനുകളാണ് ചിത്രത്തിനു വേണ്ടി സംവിധായകനായ ഹനീഫ് അദേനി ഒരുക്കിയിരിക്കുന്നത്. മമ്മൂട്ടി ചിത്രം വല്യേട്ടൻ റിലീസ് ചെയ്തിട്ട് 25 വർഷം. 25ാം വർഷത്തിൽ ചിത്രം റിലീസിന് ഒരുങ്ങുകയാണെന്ന് സംവിധായകൻ ബൈജു അമ്പലക്കര. ചിത്രം ഓണത്തിന് ആരാധകരിലെത്തുമെന്ന് സൂചന. ഫ്ലിപ്കാർട്ട് ബിഗ് ബജറ്റ് ഡേയ്സ് സെയിലിൽ സ്മാർട്ട് ഫോണിന് വമ്പിച്ച വിലക്കുറവ്. സെപ്റ്റംബർ 5 വ്യാഴാഴ്ച വരെയാണ് ഈ സെയിൽ നടക്കുന്നത്. തെരഞ്ഞെടുത്ത ബാങ്ക് കാർഡുകൾ 12% വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും ഫ്ലിപ്കാർട്ട് വാഗ്ദാനം ചെയ്യുന്നു. BSNL എൻട്രി ലെവൽ പ്ലാനുകൾക്കായി ബ്രോഡ്ബാൻഡ് സ്പീഡ് ആനുകൂല്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്തു. 249 രൂപയ്ക്കും 299 രൂപയ്ക്കും 329 രൂപയ്ക്കും വർദ്ധിച്ച സ്പീഡുള്ള പ്ലാനുകളാണ് ഇപ്പോൾ ഉള്ളത്. റെഡ്മിയുടെ ബജറ്റ് 5G സ്മാർട്ട് ഫോണായ റെഡ്മി 13C 5G ഇപ്പോൾ ഏറ്റവും വിലക്കുറവിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാം. ഈ ഫോണിന്റെ 3 വേരിയന്റുകൾക്കും വ്യത്യസ്തമായ ഡിസ്കൗണ്ടാണ് ഫ്ലിപ്കാർട്ട് വാഗ്ദാനം ചെയ്യുന്നത്. റിയൽമി 13 Pro Plus 5G മോണറ്റ് പർപ്പിൾ കളർ പുറത്തിറക്കി. മോണറ്റ് പർപ്പിൾ എന്ന കളർ വേരിയന്റ് ആണ് പുതിയതായി അവതരിപ്പിച്ചത്. ജൂലൈ 30-നാണ് റിയൽമി 13 Pro Plus 5G ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ ആപ്പിൾ ജീവനക്കാരുടെ എണ്ണം 6 ലക്ഷം ആയിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഇന്ത്യയിലെ മൊത്തം ജീവനക്കാരുടെ എണ്ണം 6 ലക്ഷത്തോളം ആക്കുകയെന്നാണ് റിപ്പോർട്ട്. പേയ്മെന്റുകൾക്കും മറ്റ് ഓൺലൈൻ പ്രക്രിയകൾക്കും OTP സേവനങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസം വന്നേക്കാം. സെപ്റ്റംബർ 1 മുതലാണ് OTP മെസ്സേജുകളിൽ ഈ വ്യത്യാസം നടപ്പിലാക്കി തുടങ്ങിയത്. ആദ്യ സൂപ്പർ ലീഗ് കേരള സീസണായി ഒരുങ്ങുന്ന മലയാളി താരമായ ഗനി നിഗം അഹമ്മദിനെ സ്വന്തമാക്കി കാലിക്കറ്റ് FC. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയിൽ നിന്നാണ് താരം കാലിക്കറ്റ് FCയിലേക്ക് എത്തുന്നത്. US ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണയും കൂട്ടാളി അൽദില സുജാദിയും ക്വാർട്ടർ ഫൈനലിൽ. ജോൺ പിയേഴ്സ് കാറ്ററിനെ സിനിയാക്കോ സഖ്യത്തെ തോൽപ്പിച്ചാണ് ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്.
ഇന്ത്യൻ ടീമിൽ ഇനി ഇടവേളകളില്ലാതെ മലയാളികളുടെ സാന്നിധ്യം ഉണ്ടാകാൻ പോകുന്നതിന്റെ തുടക്കമായിരിക്കും കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് ചലച്ചിത്ര താരം മോഹൻലാൽ. ക്രിക്കറ്റ് ഒരു കായിക വിനോദത്തിനപ്പുറം ലോകമെമ്പാടുമുള്ള ഒരു വികാരമാണെന്നും മോഹൻലാൽ. അണ്ടർ-19 ടീമിൽ ഇടം നേടി മലയാളി താരം മുഹമ്മദ് ഇനാൻ ഓസ്ട്രേലിയയുമായുള്ള പരമ്പരയിലേക്കാണ് ഇനാനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തൃശൂർ അയ്യന്തോൾ സ്വദേശികളായ ഷാനവാസിന്റെയും റഹീനയുടെയും മകനാണ് മുഹമ്മദ് ഇനാൻ. കേരള ക്രിക്കറ്റ് ലീഗിലെ ടീമായ ട്രിവാൻഡ്രം റോയൽസിന്റെ സ്പോൺസറായി ജെയിൻ യൂണിവേഴ്സിറ്റി. അദാനി ഗ്രൂപ്പാണ് ടീമിന്റെ മുഖ്യ സ്പോൺസർ. ചെൽസിയുമായി പുതിയ കരാറിൽ ഒപ്പുവെച്ച നിക്കോളസ് ജാക്സൺ കരാർ പ്രകാരം 2033 വരെ ക്ലബിൽ തുടരുവാൻ ജാക്സനാവും. യുവ മിഡ്ഫീൽഡർ ആയുഷ് അധികാരിയെ സ്വന്തമാക്കി ഹൈദരാബാദ് FC 2018 സന്തോഷ് ട്രോഫിയിൽ ആയുഷ് മികച്ച പ്രകടനം നടത്തിയിരുന്നു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.